പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പുതുവർഷം നമുക്ക് നല്ലതാകുമോ എന്നതാണ്. മധുര സ്വപ്നങ്ങളോടും ശുഭപ്രതീക്ഷകളോടും പുതുവർഷത്തെ നാം സ്വാഗതം ചെയ്യുകയാണ്. ജനുവരി ആണല്ലോ വർഷത്തിന്റെ തുടക്കം. ജാനസ് എന്ന റോമൻ ദേവന്റെ പേരിൽ നിന്നാണ് ജനുവരി ഉണ്ടായത്. വാക്കിന്റെ അർത്ഥം തുടക്കത്തിന്റെ ദൈവം എന്നാണ്. അത് തികച്ചും അന്വർത്ഥമായിരിക്കുന്നു. ഈ ദേവന് 2 തലകളും 4 കണ്ണുകളുമാണ് ഉള്ളത്. ഒരു തല മുമ്പോട്ടും മറ്റത് പിമ്പോട്ടും തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ 2 കണ്ണുകൾ പിന്നിലേക്കും 2 കണ്ണുകൾ മുന്നിലേക്കുമാണ്. വളരെ അർത്ഥപൂർണമായ ഒരു സങ്കല്പം ആണിത്. പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ മുഖം പിന്നിലേക്കും ഒപ്പം മുന്നിലേക്കും നാം തിരിക്കണം. പിന്നിലേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ 2 കണ്ണുകൾ പിന്നിലുള്ള കാര്യങ്ങളിലേക്ക് തിരിയുകയാണ്. അത് കടന്നുപോയ വർഷത്തെ വിലയിരുത്തുവാൻ ഉപകരിക്കും. ലാഭനഷ്ടങ്ങൾ മനസ്സിലാക്കുവാനും ഭാവി ആസൂത്രണം ചെയ്യുവാനും അത് സഹായിക്കുന്നു. കഴിഞ്ഞ കാലത്ത് ദൈവം ചെയ്ത അനുഗ്രഹങ്ങളും നൽകിയ കൃപകളും ഓർക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ കൂടാതെ ഉത്സാഹപൂർവം ശുഭപ്രതീക്ഷ ഉണർത്തുവാൻ സഹായിക്കാതിരിക്കുകയില്ല. ഇന്നലെ ഇന്നും എന്നേക്കുമായി മാറ്റമില്ലാത്തവനായ കർത്താവ് നമ്മുടെ നാളത്തെ കാര്യങ്ങളും ശുഭകരമായി നടത്തിക്കൊള്ളുമെന്ന് ഉറപ്പിക്കാം. ജാനസ് ദേവന്റെ 2 കണ്ണുകൾ മുന്നിലേക്ക് എന്ന് നാം കണ്ടു. ഭാവിയിലേക്കുള്ള നോട്ടവും ശ്രദ്ധയുമാണ് അവ സൂചിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള ചുമതലകളും കർത്തവ്യങ്ങളും അവയെക്കുറിച്ചുള്ള ശരിയായ അവബോധം നമുക്ക് ആവശ്യമാണ്. മുന്നിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വഴി നമുക്ക് അവ്യക്തമാണ്. അവിടെയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ള യേശുവിന്റെ അരുളപ്പാട് അനുസ്മരിക്കേണ്ടത്. വചനം ഇപ്രകാരം പറയുന്നു: ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഒരു ഭക്തന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: നാഥാ, ഈ ദിവസം ഒരു കാര്യം മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പോൾ പഴയ ഒരു വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. അവിടുത്തെ കൃപയാൽ സാധ്യതകൾ നിറഞ്ഞ ഒരു പുതുവർഷം ഇതാ എന്റെ മുമ്പിൽ. യൗവനത്തിന്റെ എല്ലാ മധുര സ്വപ്നങ്ങളോടും കൂടി മുമ്പോട്ടുള്ള എന്റെ പ്രയാണത്തിൽ ഞാൻ ഒരു കാര്യം മാത്രം അപേക്ഷിക്കുന്നു. ഞാൻ നിന്നോട് കൂടെ നടക്കും. അതിവേഗതയിലല്ല, സാവധാനതയിലുമല്ല. ഞാൻ ഒരു കാര്യം മാത്രം അപേക്ഷിക്കുന്നു. അതിൽ കൂടുതലൊന്നുമില്ല. ഞാൻ അങ്ങയുടെ പിമ്പിൽ ഇഴയുവാനോ മുമ്പിൽ കടന്ന് ഓടാനോ ഇടയാകരുത്. നാഥാ, ഇത് മാത്രമാണ് എന്റെ യാതന. എന്റെ ജീവിതത്തെ അവിടുന്ന് നിയന്ത്രിച്ച് നയിച്ചാലും. ദൈവത്തിന്റെ കൃപകളെ ഓർത്താൽ നമ്മുടെ നിരാശകൾ മാറും. ഭാവിയെക്കുറിച്ച് നാം പ്രത്യാശ ഉള്ളവരായി തീരും. മറക്കേണ്ടവയെല്ലാം മറക്കുവാനും ഓർത്തിരിക്കേണ്ടവ ഓർക്കുവാനും നമുക്ക് നിശ്ചയിക്കാം. പുതുവർഷത്തിൽ അതാണ് കരണീയമായിട്ടുള്ളത്. ഇത്ര നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ്. പുതുവർഷം നമുക്ക് നല്ലതാകുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുതുവർഷം നമുക്ക് നല്ലതാകും. ബൈബിളിൽ പൗലോസ്ലീഹ അതിനുള്ള കാര്യം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പൗലോസ്ലീഹ കൊലപാതകം വരെ ചെയ്ത ആളാണെന്നാണ് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ വിശുദ്ധ പൗലോസ്ലീഹ ശൗലായിരിക്കുമ്പോൾ ധാരാളം പാപങ്ങൾ ചെയ്തതായി ബൈബിളിൽ നിന്ന് കാണുന്നു. പൗലോസ്ലീഹ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വചനം ഇപ്രകാരമാണ്: ഞാൻ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്.
അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തിരി പരാജയങ്ങൾ വന്നിട്ടുണ്ടാവാം, ബിസിനസ്സിൽ പരാജയങ്ങൾ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ധാരാളം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നിട്ടുണ്ടാവാം. അപ്പൊ ആ പരാജയങ്ങളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് നമ്മൾ പുതുവർഷത്തെ വരവേൽക്കണം. പുതുവർഷത്തിൽ നമ്മൾ ആ പഴയ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ പുതുവർഷത്തിൽ തിരുത്താൻ തയ്യാറാവണം. അതുപോലെ കഴിഞ്ഞ വർഷം നമുക്ക് ധാരാളം പാവങ്ങൾ വന്നിട്ടുണ്ടാവാം. നമ്മുടെ ജീവിതത്തിൽ ധാരാളം പാവങ്ങൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുക. ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാവവും ഈ ലോകത്തിലില്ല. അവിടെ നമുക്ക് എത്ര മാരകമായ പാവം നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിലും അത് ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് മാപ്പ് അപേക്ഷിക്കാം. ക്രിസ്ത്യാനി ആണെങ്കിൽ കുമ്പസാരത്തിൽ കൂടി ഏറ്റുപറഞ്ഞ് പാവമോചനം നേടാം. മറ്റു മതസ്ഥരാണെങ്കിൽ അവർ ദൈവത്തോട് നേരിട്ട് പാവം ഏറ്റുപറയുകയാണ് വേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടത്തിന്റെയും ദുഃഖത്തിന്റെയും ആയിരുന്നെങ്കിൽ അത് നമുക്ക് വിസ്മരിച്ചിട്ട് പുതുവർഷത്തിലോട്ട് നമുക്ക് ദൈവം സന്തോഷപൂർവ്വം കടക്കാം. പിന്നെ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവണമെങ്കിൽ ഉറപ്പായും ദൈവാനുഗ്രഹം കൂടിയേ തീരൂ എന്ന ഉറപ്പാണ്. അതുകൊണ്ട് പുതുവർഷത്തിൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ദരിദ്രരെ സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലോട്ട് ദൈവാനുഗ്രഹങ്ങൾ ധാരാളം വരും. അപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരാജയത്തിന്റെയും ദുഃഖത്തിന്റെയും വർഷമാണെന്നെങ്കിൽ അത് നമുക്ക് വിസ്മരിച്ചിട്ട് മുന്നിലുള്ള പുതുവർഷത്തെ ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പുതുവത്സരത്തിന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം എന്ത് തെറ്റു വന്നാലും അത് നമുക്ക് മറന്ന് ദൈവാനുഗ്രഹത്തോടെ ദൈവസഹായത്താൽ പുതിയ വർഷത്തിലോട്ട് നമുക്ക് സന്തോഷപൂർവ്വം പ്രവേശിക്കാം. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.